ഞാനൊരു 2004 തൊട്ട് ധാരാളം കവിതകൾ എഴുതി. ഹ്രസ്വരാമായണം, ശ്രീകൃഷ്ണചരിതം, പിന്നെ അയ്യപ്പചരിതം, ഓട്ടംതുള്ളല്, പുഷ്പവിഹാറിലെ കീർത്തനങ്ങള്, പിന്നെ ഡൽഹിയിലെ ആർക്കേബിൾ ഒഴിച്ചുള്ള എല്ലാ മലയാളി ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ കവിത എഴുതിയിട്ടുണ്ട്. ആർക്കേപുരത്തെ കുറിച്ച് മാത്രം എഴുതിയില്ല. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു സമയത്ത് ഇവിടെ പല ക്ഷേത്രങ്ങളിലും ഈ കവിതകളൊക്കെ പാടി ഹരികഥാരൂപത്തിൽ അവതരിപ്പിക്കുമായിരുന്നു. ഒരിക്കൽ മയൂർവാറിലും അപേക്ഷ കൊടുത്തു. 2 പ്രാവശ്യം കൊടുത്തു. 2 പ്രാവശ്യം കൊടുത്തപ്പോഴും കിട്ടിയില്ല. അപ്പം മൂന്നാമത് ഒന്നുകൂടെ കൊടുക്കുവാൻ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നുള്ള മാധവൻ നായർ സാറ് മൂന്നാമത് കൊടുത്തു. പക്ഷേ രോഹിണി ക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴാണ് അവിടുത്തെ നോട്ടീസ് കണ്ടത്, മണ്ഡല കാലത്ത്. അപ്പോഴെൻ്റെ പേരില്ല. എനിക്കൊരു ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ വന്നു. അപ്പം ഞാൻ മാധവൻ നായർ സാറിനെ കുറിച്ച് ഒരു കവിത എഴുതി. പക്ഷെ അതിനു മുമ്പ് മൂന്നാമത് അപേക്ഷ കൊടുത്തത് കവിതയായിട്ട് തന്നെ അപേക്ഷ കൊടുത്തു. ആ കവിതയാണ് സെക്രട്ടറി, ആർഷധർമ്മ പരിഷത്ത്, ഉത്തര ഗുരുവായൂരപ്പൻ, മയൂർവാർ. ഒരു എളിയ അപേക്ഷ ഐത്തലയുടെ. അടിയന്റെ നാവിൽ വന്ന നാദങ്ങളാണിതെല്ലാം, കൃഷ്ണപ്രസാദമാകും ശ്രീ കൃഷ്ണചരിത കാവ്യം. തിരുനട തന്നിലൊന്നോ തരംഗമായി തീർത്തിടാൻ, അദമ്യമാം മോഹമുണ്ടൈത്തലയ്ക്കറിഞ്ഞിടേണം. അടിയന്റെ നാവിൽ വന്ന നാദങ്ങളാണിതെല്ലാം, കൃഷ്ണപ്രസാദമാകും ശ്രീ കൃഷ്ണചരിത കാവ്യം. തിരുനട തന്നിലൊന്നോ തരംഗമായി തീർത്തിടാൻ, അദമ്യമാം മോഹമുണ്ടൈത്തലയ്ക്കറിഞ്ഞിടേണം. കണ്ണൻ കനിഞ്ഞ പോലെ കാവലും കനിഞ്ഞിടേണം, കരുണാകരന്റെ മുൻപിൽ പാടുവാൻ കനിഞ്ഞിടേണം. തളർത്തുന്ന വാക്കുകളാൽ തകർക്കല്ലേ എന്നെ വീണ്ടും, തളിർത്തിടും സദസ്സൊന്നോ തരമാക്കി തന്നിടേണം. വെറും തന്നാൽ മാത്രം പോരാ, തളിർത്തിടും സദസ്സും ഉണ്ടാകണം. അതായത് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആണെന്നാണ് അതിൻ്റെ വ്യംഗ്യമായ ഉദ്ദേശം. ഹരിയുടെ കഥകളെ അനിച്ചിടാൻ പറഞ്ഞിടല്ലേ, ഹരിനാമ കീർത്തനങ്ങൾ കുറിച്ചിടാൻ പറഞ്ഞിടണം. പഠിച്ചതിൽ അടിയനീ പടകളെ ഭജിച്ചിടാൻ, പഠിച്ചതിൽ അടിയനീ പടകളെ ഭജിച്ചിടാൻ, പഠിച്ചതിൽ അടിയനീ പടകളെ ഭജിച്ചിടാൻ. പടകളാണ് ഇപ്പോഴേ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത്. ഇപ്പൊ പലയിടത്തും നായർപ്പടകളും ഇഴവപ്പടകളും മാറി മാറിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിച്ചതിൽ അടിയനീ പടകളെ ഭജിച്ചിടാൻ, ഭഗവാന്റെ നാമമെന്നും ഭജിച്ചിടാൻ പറഞ്ഞിടേണം. പദങ്ങളാൽ അവിടുത്തെ പാദം ഭജിച്ചിടാൻ ഞാൻ, പദങ്ങളാൽ അവിടുത്തെ പാദം ഭജിച്ചിടാൻ ഞാൻ. പറഞ്ഞിടാം ഭക്തരോടെ ഭഗവാന്റെ ചരിതങ്ങൾ, കണ്ണന്റെ നാമമോർത്തു സമ്മതം പറഞ്ഞിടേണം. കണ്ണന്റെ സവിധത്തിൽ പാടുവാൻ പറഞ്ഞിടേണം. കൊടുത്തെന്നു വരുത്തിടാനായി അവസരം തന്നിടല്ലേ, തളിർത്തിടും സദസ്സൊന്നോ തരമാക്കി തന്നിടേണേ. പാടുമ്പോഴടിയന്റെ മുമ്പിലായി വേണമല്ലോ, ഭഗവാന്റെ ഭക്തദാസർ ഭജിച്ചിടാൻ ഭഗവാനെ. പാടുമ്പോഴടിയന്റെ മുമ്പിലായി വേണമല്ലോ, ഭഗവാന്റെ ഭക്തദാസർ ഭജിച്ചിടാൻ ഭഗവാനെ.
കനിവുള്ള കണ്ണന്റെ കരങ്ങളിൽ പേനിടണം, ലയിച്ചെങ്ങു തീർന്നിടണം സച്ചിദാനന്ദമായി, ആനന്ദസാഗരത്തിൻ തരംഗമായി തീർന്നിടണം, ലയിച്ചെങ്ങു തീർന്നിടണം സച്ചിദാനന്ദമായി, ലയിച്ചെങ്ങു തീർന്നിടണം സച്ചിദാനന്ദമായി. ഇതായിരുന്നു അപേക്ഷ. അടിയിൽ ഒപ്പ് ശിവകുമാർ ഐത്തല, രോഹിണി. കൂടെ അന്നത്തെ ടെലിഫോൺ നമ്പറും കൊടുത്തിരുന്നു.